ഹലോ, സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം. മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഈ വിഭവം എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പിന്നീട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഉണക്കലരി 10 കിലോ, പാല് 10 ലിറ്റർ, പഞ്ചസാര 8 കിലോ, ഏലക്കാപ്പൊടി ആവശ്യത്തിന്, മുന്തിരി ആവശ്യത്തിന്, നെയ്യ് 250 ഗ്രാം. ആദ്യമായി ഒരു വാർപ്പ് അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇടുക. അരി തിളച്ചു വരുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് 40 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം നന്നായി ഒന്ന് കുഴഞ്ഞു വരുന്ന പാകത്തിൽ കുറുക്കിയെടുക്കുക. ഇതിലേക്ക് പാൽ ചേർക്കണം. തിളച്ചു വരുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് ഇളക്കിയതിനു ശേഷം തിളച്ചു വരുമ്പോൾ മുന്തിരി ചേർക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നീട് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കി വാങ്ങാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ രുചിയെക്കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മലയാളികൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസം ഒരു അഹങ്കാരം തന്നെയാണ് അല്ലെ? അപ്പോൾ കൂടുതൽ വ്യത്യസ്തമായ ടേസ്റ്റി റെസിപ്പികൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.